ആസ്മയുടെ ബുദ്ധിമുട്ടായിട്ട് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യന്റിനോട് ഞാൻ ചോദിച്ചു, ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ സ്കിന്നിൽ എക്സിമ അല്ലെങ്കിൽ കരപ്പൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിന്റെ മറുപടി പറയുന്ന കൂട്ടത്തിൽ ആ പേഷ്യന്റ് ചോദിക്കേണ്ടായി, അല്ലെങ്കിലും ഇപ്പോൾ ഉള്ള ഈ ആസ്മയും ചെറുപ്പത്തിൽ വന്ന കരപ്പനും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. അവർ ചോദിച്ച പോലെ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ അറ്റോപിക് മാർച്ച് എന്നൊരു ടേം കേട്ടിട്ടുണ്ടോ? അതായത് ചെറിയ കുട്ടികളാകുമ്പോൾ അവരുടെ അലർജി കൂടുതലായിട്ടും കരപ്പൻ, എക്സിമ പോലെ സ്കിന്നിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തുടങ്ങാറ്. ഈ എക്സിമ പിന്നെ ഫുഡ് അലർജി ആയിട്ടും, ഫുഡ് അലർജി പിന്നെ അലർജിക് റൈനൈറ്റിസ് ആയിട്ടും, അലർജിക് റൈനൈറ്റിസ് പിന്നീട് അലർജിക് ആസ്മയായിട്ടും മാറാറാണ്. ഈ ഒരു തുടർച്ചയായ പ്രോസസ്സിനെയാണ് എറ്റോപിക് മാർച്ച് എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ എക്സിമ വന്ന കുഞ്ഞുങ്ങളിൽ 60% കുട്ടികളിലും അവര് വലുതായി കഴിയുമ്പോൾ അലർജിക് ആസ്മ വരാനുള്ള സാധ്യത അത്രയധികം കൂടുതലാണ്. സോ രക്ഷിതാക്കൾ ഈ പ്രോസസ്സിനെ കുറിച്ച് അവെയർ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിൽ വരുന്ന എക്സിമ ശരിയായ രീതിയിൽ ചികിത്സിക്കാത്ത പക്ഷം അത് അലർജിക് ആസ്മയായി വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോകാറുണ്ട്. ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.